കുട്ടികളെ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ അവസാനിപ്പിച്ചു. ഇനി നാലാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് പോകണം. 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ഡിഗ്രി എന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ചോദ്യം: when each side of a square is increased by 1 meter, the perimeter become 36 meter. What is the length of each side of the original square എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് when each side of the square is increased, the perimeter become 36. ഓരോ സൈഡും 1 മീറ്റർ കൂട്ടിയപ്പോൾ പെരിമീറ്റർ 36. അപ്പോൾ പെരിമീറ്റർ 36 ആണ്. വൺ സൈഡ് എന്തായിരിക്കും? പെരിമീറ്റർ 36 മീൻസ് വൺ സൈഡ് 36/4, ദാറ്റ് ഇസ് 9. വൺ സൈഡ് 9. എപ്പോഴാണ്? 1 മീറ്റർ കൂട്ടിയപ്പോൾ, ഓരോ സൈഡും 1 മീറ്റർ കൂട്ടിയപ്പോൾ ആണ് 9 സെന്റിമീറ്റർ ആയത്. 9 മീറ്റർ അല്ലെ, മീറ്റർ ആവുന്നില്ല എങ്കിൽ 1 മീറ്റർ കൂട്ടുന്നതിന് മുമ്പ് എന്തായിരുന്നു? 1 മീറ്റർ കുറവ്, ദാറ്റ് ഈസ് 8 മീറ്റർ. അതങ്ങനെ നമുക്ക് മനക്കണക്കായിട്ട് പറയാം. അത് ഇക്വേഷൻ ഫോം ചെയ്യുകയാണെങ്കിലോ, ലെറ്റ് വൺ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് മീറ്റർ എന്ന് എടുക്കുക. ലെറ്റ് വൺ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് മീറ്റർ. അപ്പൊ എക്സ് മീറ്റർ ആവുമ്പോൾ നമുക്ക് എന്താ അറിയാവുന്നത്? when each side is increased by 1 meter. അപ്പോൾ when each side increased by 1 meter, ഒറിജിനൽ സ്ക്വയറിന്റെ ഒരു സൈഡ് നമ്മൾ എക്സ് എന്നാണ് എടുത്തത്. ഓരോ സൈഡും 1 മീറ്റർ കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പെരിമീറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സൈഡും 1 മീറ്റർ കൂട്ടിയാൽ പുതിയ സ്ക്വയറിന്റെ വൺ സൈഡ് എത്രയായിരിക്കണം? എക്സ് എന്നുള്ള x+1 ആകും അല്ലെ. ഒരു സൈഡ് എക്സ് ആയിരുന്നു, അതിന്റെ ഓരോ സൈഡും 1 മീറ്റർ കൂട്ടിയപ്പോൾ x+1 മീറ്റർ ആയി. അപ്പോൾ ഒരു സൈഡ് x+1 ആയപ്പോൾ പെരിമീറ്റർ 36 ആകുന്നുണ്ട്. സ്ക്വയർ ആയതുകൊണ്ട്, അതായത് ഇങ്ങനെ ഒരു സ്ക്വയർ ആണ്, അതിന്റെ ഓരോ സൈഡും നമ്മൾ എക്സ് എന്നെടുത്തു, അതിന്റെ വൺ സൈഡ് 1 മീറ്റർ കൂട്ടി, അപ്പൊ പുതിയൊരു സ്ക്വയർ കിട്ടി. ഈ സ്ക്വയറിന്റെ ഇപ്പൊ വൺ സൈഡ് എന്ന് പറയുന്നത് 3, അതായത് x+1 ആയി. ഇപ്പൊ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 into 1 സൈഡ്, ലെങ്ത് ഓഫ് ദി ഔട്ടർ ബൗണ്ടറി. അപ്പൊ 4 into 1 സൈഡ് എന്ന് പറഞ്ഞാൽ x+1. 4 into x+1 ആണ് പെരിമീറ്റർ, അതായത് 4 into 1 സൈഡ്. പുതിയ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് 36. അപ്പൊ x+1 എന്ന് പറയുന്നത് 36/4. 36/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 9. അപ്പൊ x+1 9. x+1 is equal to 9. അപ്പൊ x എന്ത് കിട്ടും? 9 - 1 +1 അപ്പുറത്ത് ചെന്നപ്പോ ആഡിങ് 1 അപ്പുറത്ത് ചെന്നപ്പോ സബ്ട്രാക്ടിങ് 1 ആയി. 9 - 1 8 മീറ്റർ. സോ വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ, ഒറിജിനൽ സ്ക്വയർ ഈസ് 8 മീറ്റർ. ഇത് നമുക്ക് ആദ്യം കിട്ടിയിരുന്നു, മനക്കണക്കായിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം നമ്മൾ വന്ന്. അപ്പൊ ഇത് നമ്മൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒറ്റ വേരിയബിളേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇതുപോലെ ചെയ്യാം. ഇതേ ചോദ്യത്തിൽ ഒരു ചെറിയ മാറ്റം ഞാൻ വരുത്തുകയാണ്. If each side of a square is increased by 1 meter, the area, perimeter മാറ്റി, the area become 36 square meter. What was the length of each side of the original square? എന്ത് മാറ്റം ഞാൻ വരുത്തിയത്? When each side of a square is increased by 1 meter, the area become 36 square meter. അപ്പോ ഏരിയ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് വ്യത്യാസം വരും? ഇവിടത്തെ പോലെ തന്നെ, അതായത് നമ്മളവിടെ ഇവിടെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാ? ഏരിയ 36. ഏരിയ 36 എന്ന് പറഞ്ഞാൽ വൺ സൈഡ് സ്ക്വയർ റൂട്ട് ഓഫ് 36 അല്ലെ. സൈഡിന്റെ സൈഡ് അല്ലേ ഏരിയ. അപ്പൊ സൈഡിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 36. അപ്പൊ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 36 6. അതെപ്പോഴാണ്? 1 മീറ്റർ കൂട്ടിയപ്പോൾ. 1 മീറ്റർ കൂട്ടിയപ്പോൾ 6. അപ്പൊ 1 മീറ്റർ കൂട്ടുന്നതിന് മുമ്പ് 1 മീറ്റർ കുറയും, അപ്പൊ 5 മീറ്റർ. അപ്പൊ അങ്ങനെ മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല ഫോർമുല ഇക്വേഷൻ ഫോം ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കുകയും, വൺ സൈഡ് എക്സ് എന്നെടുത്തു. when each side is increased by 1 meter, new length of one side is x+1 meter. അപ്പോൾ ഇത് തന്നെ ഒരു സ്ക്വയർ, അതിന്റെ വൺ സൈഡ് 1 മീറ്റർ കൂട്ടിയപ്പോൾ പുതിയ ലെങ്ത് x+. അപ്പൊ x+1 ആയപ്പോൾ ഈ തന്നിരിക്കുന്ന എന്താണ്?
ഏരിയയാണ്. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ എന്താണ്? 36. ഏരിയ എന്ന് പറയുന്നത് എന്താ? സ്ക്വയർ ഓഫ് വൺ സൈഡ് ആണ്. അപ്പോ x+1 സ്ക്വയർ ആണ് 36. x+1 വൺ സൈഡ് ആയപ്പോ അതിന്റെ ഏരിയ x+1 the whole square. And x+1 the whole square is 36. So x+1 is equal to root of 36. അത് എത്രയാണ്? x+1 equal to 6 എന്ന് കിട്ടും. x+1 6 ആവുമ്പോൾ എന്ത് വരും? x 6 minus 1. 6 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 meter. So one side of the original square is 5 meter. ഇത് മനക്കണക്കായിട്ട് നമുക്ക് ആദ്യം കിട്ടിയിരുന്നു. അപ്പോൾ 5 meter is the length of one side of the original square. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. ഒരു ഷീറ്റ് ഓഫ് പേപ്പർ, സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ആണ്. അതിന്റെ 4 മൂലയ്ക്കിൽ നിന്നും 5 സെന്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റുന്നു. 4 സൈഡിൽ നിന്നും ഫ്രം എ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ ആർ കട്ട് ഓഫ് ഫ്രം ഈച്ച് കോർണർ. ദെൻ അതായത് 4 മൂലയ്ക്കൊന്നും ഇങ്ങനെ ഓരോ സ്ക്വയർ മുറിച്ച് കളയുന്നു. ഇവിടുന്ന് ഈ സ്ക്വയർ മുറിച്ച് കളയുന്നു, ഈ സ്ക്വയർ ഇവിടുന്ന് ഈ സ്ക്വയർ മുറിച്ച് കളയുന്നു. 4 മൂലയ്ക്കിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്ക്വയേഴ്സ് മുറിച്ച് മാറ്റി. ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ഇതിങ്ങനെ മടക്കി ഇവിടെ ഇങ്ങനെ മടക്കുന്നു, ഇവിടുന്ന് ഇങ്ങനെ മടക്കുന്നു, ഇവിടുന്ന് ഇങ്ങനെ മടക്കുന്നു. ഇങ്ങനെ മടക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെയും മടക്കുന്നു. അപ്പൊ ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടായില്ലേ നോക്കി, ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കും. അപ്പോ ഫ്രം എ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ഫ്രം ഈച്ച് കോർണർ സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ കട്ട് ഓഫ്. 5 സെന്റിമീറ്റർ വശമുള്ള സ്ക്വയേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാക്കും. നമ്മൾ ആദ്യം എടുത്ത ആ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിന്റെ വൺ സൈഡ് എത്രയായിരിക്കും? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മൾ ചെയ്ത ഇങ്ങനെയാണ്. ഒരു സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ഫ്രം ദി സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ഫ്രം ഈച്ച് കോർണർ സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ ആർ കട്ട് ഓഫ്. ഇങ്ങനെ 5 സെന്റിമീറ്റർ വശമുള്ള സ്ക്വയേഴ്സ് 4 മൂലയ്ക്കിൽ നിന്നും കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്ട് മടക്കി ഇതുപോലെ ഒരു ബോക്സ് ആക്കും. ബാക്കിയുള്ളത് മടക്കി ഇതുപോലെ ബോക്സ് ആക്കി മാറ്റും. അങ്ങനെ ബോക്സ് ആക്കി മാറ്റുമ്പോൾ ആ ബോക്സിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ കട്ട് ഓഫ് ആണ്. വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ കട്ട് ഓഫ് 5 സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലാവും. ഹൈറ്റ് ഓഫ് ദി ബോക്സ് ഈസ് സെയിം ആസ് വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ കട്ട് ഓഫ്. ദെൻ ഇതിന്റെ കപ്പാസിറ്റി ആയിരിക്കും. ഇങ്ങനെ മടക്കിയിട്ട് അതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം. ഇതിന്റെ വോളിയം വ്യാപ്തം എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ ആണ്. വോളിയം ഈസ് ഈക്വൽ ടു 1/2 ലിറ്റർ, 1/2 ലിറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദി ബോക്സ് ആണ് 5 സെന്റിമീറ്റർ. ഇത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? ആദ്യം എടുത്ത സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ഒരു സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ, അതിന്റെ 4 മൂലയ്ക്കിൽ നിന്ന് ഒരു സ്മോൾ സ്ക്വയേഴ്സ് കട്ട് ചെയ്തു, അത് മടക്കി ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാക്കി. അപ്പോൾ ബോക്സിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ബോക്സിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ കട്ട് ഓഫിന്റെ വൺ സൈഡ് ആണ് 5 സെന്റിമീറ്റർ. അപ്പോ ഈ ഒറിജിനൽ സ്ക്വയർ കട്ട് ചെയ്ത് കളയുന്നതിന് മുമ്പുള്ള ഈ ഒറിജിനൽ സ്ക്വയറിന്റെ വൺ സൈഡ് അത് നമ്മൾ x എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ ബോക്സ് മാത്രമായിട്ടൊന്ന് വരയ്ക്കുക. ഒരു സ്ക്വയർ അല്ലെ, ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും കിട്ടുക. അപ്പോ
ഈ ബോക്സിൽ ഈ സൈഡാണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിട്ട് വരും. ഇത് 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. അപ്പോൾ ഒറിജിനൽ സ്ക്വയറിന്റെ 1 സൈഡ് എക്സ് എന്ന് എടുത്തു. അപ്പൊ ഈ ലെങ്ത് എത്രയായിരിക്കും? ഒറിജിനൽ സ്ക്വയറിന്റെ 1 സൈഡ് ഇത്രയാണ് എക്സ് എന്ന് എടുത്തത്. അപ്പൊ രണ്ട് വശത്തുനിന്നും 5 സെന്റിമീറ്റർ പോകും. ഇവിടെയും 5 സെന്റിമീറ്റർ പോകും, ഇവിടെയും 5 സെന്റിമീറ്റർ പോകും. ഇവിടെ നിന്നും 5 സെന്റിമീറ്റർ പോയി, ഇവിടെ നിന്നും 5 സെന്റിമീറ്റർ പോയി. അപ്പോൾ മൊത്തം എക്സിൽ നിന്ന് 5 + 5 10 സെന്റിമീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് ദി ബോക്സ്, 1 സൈഡ് ഓഫ് ദി ബോക്സ്, ലെങ്ത് ഓഫ് ദി ബോക്സ് എന്ന് പറയുന്നത് ഈ ലെങ്ത് അത് എക്സ് മൈനസ് 10 ആയിരിക്കും. കാരണം ഇവിടെ 5, ഇവിടെ 5, മൊത്തം എക്സ്. എക്സിൽ നിന്ന് 5 പോയി, 5 പോയി, 5 + 5 10 പോയി. അപ്പൊ എക്സ് മൈനസ് 10 ആണ് ഇത്രയും. ഇത് എക്സ് മൈനസ് 10. അതുപോലെ ഇതോ, അത് സെയിം ആണ്, സ്ക്വയർ ആണല്ലോ. ഈ വശത്തും ഇത് തന്നെയാണ് ഈ സൈഡ്. കാരണം ടോട്ടല് 5 എക്സ് സെന്റിമീറ്ററിൽ നിന്ന് 5 ഇവിടെയും പോയി, ഇവിടെയും പോയി. അപ്പൊ ബാക്കിയുള്ളത് എക്സ് മൈനസ് 10 ഇതും വരും, എക്സ് മൈനസ് 10. അപ്പൊ ബോക്സിന്റെ ലെങ്ത് എക്സ് 1 സൈഡ് ഓഫ് ദി സ്ക്വയർ 10 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 5 സെന്റിമീറ്റർ. അപ്പോ വോളിയം എന്ന് പറയുന്നത് ബ്രെഡ്ത്തും അപ്പം എന്താണ്? എക്സ് മൈനസ് 10 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. വോളിയം ഈസ് ഈക്വൽ ടു ഹാഫ് ലിറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. വോളിയം എന്ന് പറയുന്നത് ലെങ്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ്, അതായത് എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 10 ഇൻറ്റു 5, അല്ലെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 10 ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ ഹാഫ് ലിറ്റർ വരുമ്പോ 500 സെന്റിമീറ്റർ ക്യൂബ്. 500 സെന്റിമീറ്റർ. ഹാഫ് ലിറ്റർ ഈസ് ഈക്വൽ ടു, ഹാഫ് ലിറ്റർ എന്ന് പറഞ്ഞാൽ 500 സെന്റിമീറ്റർ ക്യൂബ് ആണ്. 1 ലിറ്റർ ആണ് 1000 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 10 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 10 ദി ഹോൾ സ്ക്വയർ ആണ്. ഇൻറ്റു 5 ആണ് 500. അപ്പൊ ഈക്വൽ ടു 500/5. മൾട്ടിപ്ലൈ ബൈ 5 അപ്പറേറ്റ് ചെയ്യുന്നപ്പോൾ ഡിവൈഡഡ് ബൈ 5 ആയി. അപ്പൊ എക്സ് മൈനസ് 10 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 100 ഇൻറ്റു, അപ്പൊ എക്സ് മൈനസ് 10 എന്ന് പറയുന്നത് 100ന്റെ സ്ക്വയർ റൂട്ട് 10 കിട്ടും, റൂട്ട് ഓഫ് 100. അപ്പൊ എക്സ് എന്ന് പറയുന്നത് മൈനസ് 10 അപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താവും? പ്ലസ്. അപ്പൊ 10 + 10 ദാറ്റ് ഈസ് 20 സെന്റിമീറ്റർ. അപ്പൊ 20 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് 4 മൂലയ്ക്ക് 5 സെന്റിമീറ്റർ ഉള്ള സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് മടക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ബോക്സ്, ആ ബോക്സിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/2 ലിറ്റർ ആയിരിക്കും. അപ്പൊ 1/2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 20 സെന്റിമീറ്റർ വശമുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക. അതിന്റെ 4 സൈഡിൽ നിന്ന് 5 സെന്റിമീറ്റർ വീതം കട്ട് ചെയ്യുക, മടക്കി ഒരു ബോക്സ് ആക്കുക. അപ്പൊ ആ ബോക്സിന്റെ കപ്പാസിറ്റി 1/2 ലിറ്റർ ആയിരിക്കും. അപ്പൊ 1/2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ബോക്സ് കിട്ടി. അപ്പൊ അതിന്റെ ഒറിജിനൽ ഷീറ്റ് അതിന്റെ 1 സൈഡ് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ എടുത്താൽ മതി. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ബോക്സ്, ഈ പർട്ടിക്കുലർ കപ്പാസിറ്റി ഉള്ള ബോക്സ് അങ്ങനെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.